നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി. ചാലക്കുടി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നഗരസഭ വിഭാവനം ചെയ്ത ട്രാംവേ റെയിൽവേ സ്റ്റേഷൻ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇടലത്തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ചാലക്കുടി അഗ്നിരക്ഷാസേന രക്ഷകരായി. പരിയാരം സർവീസ് സഹകരണ ബാങ്കിന്റെ കൊന്നക്കുഴി ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സാഫ് ക്യാപിറ്റൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന. വാർത്തകൾ വിശദമായി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയാണ്. എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. ആശ്വിന മാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ദീപാവലി ആഘോഷം. ഈ മുഹൂർത്തത്തെ നരക ചതുർദശി എന്നും പറയുന്നു. സാമൂഹികമായ അജ്ഞതയുടെ അന്ധത അകറ്റുവാൻ ഈ പ്രകാശ ധോരണിക്ക് കഴിയും എന്നാണ് വിശ്വാസം. ദീപാവലി വിവിധ മതപരമായ സംഭവങ്ങളുമായും ദേവതകളുമായും വ്യക്തിത്വങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. രാമൻ അസുര രാജാവായ രാവണനെ പരാജയപ്പെടുത്തി സീതയോടും സഹോദരൻ ലക്ഷ്മണനോടും ഒപ്പം അയോധ്യയിലേക്ക് മടങ്ങിയ ദിവസമാണ് ദീപാവലി എന്നാണ് ഒരു വിശ്വാസം. സമൃദ്ധിയുടെ ദേവതയായ ലക്ഷ്മിയുമായും ജ്ഞാനത്തിന്റെ ദേവനും തടസ്സങ്ങൾ നീക്കുന്നവനുമായ ഗണേശനുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റ് പ്രാദേശിക പാരമ്പര്യങ്ങൾ ഈ അവധിക്കാലത്തെ വിഷ്ണു, കൃഷ്ണൻ, ദുർഗ, ശിവൻ, കാളി, ഹനുമാൻ, കുബേരൻ, യമൻ, യാമി, ധന്വന്തരി അല്ലെങ്കിൽ വിശ്വകർമ്മൻ എന്നിവരുമായി ബന്ധിപ്പിക്കുന്നു. പ്രധാനമായും ഒരു ഹിന്ദു ഉത്സവമായതിനാൽ ദീപാവലിയുടെ വ്യതിയാനങ്ങൾ മറ്റു മതസ്ഥരും ആഘോഷിക്കുന്നു. ജൈനമതക്കാർ സ്വന്തം ദീപാവലി ആചരിക്കുന്നു. ഇത് മഹാവീരന്റെ അന്തിമ മോചനത്തെ അടയാളപ്പെടുത്തുന്നു. മുഗൾ തടവറയിൽ നിന്ന് ഗുരു ഹർഗോബിന്ദിന്റെ മോചനത്തെ അടയാളപ്പെടുത്തുന്നതിനായി സിഖുകാർ ബന്ദി ചോർ ദിവസായി ആചരിക്കുന്നു. മറ്റു ബുദ്ധമതക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂ വാർ ബുദ്ധമതക്കാർ ലക്ഷ്മിയെ ആരാധിച്ചുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു. അതേസമയം കിഴക്കൻ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുക്കൾ പൊതുവെ കാളി ദേവിയെ ആരാധിച്ചുകൊണ്ട് ദീപാവലി ആഘോഷിക്കുന്നു. ചാലക്കുടി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നഗരസഭ വിഭാവനം ചെയ്ത ട്രാംവേ റെയിൽവേ സ്റ്റേഷൻ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആനമല ജംഗ്ഷൻ മുതൽ നോർത്ത് ജംഗ്ഷൻ വരെ പഴയ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും യാത്രാക്ലേശവും പരിഹരിക്കുന്നതിനുള്ള ശാശ്വത പദ്ധതിയുമായിട്ടാണ് ഈ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ ആരംഭിച്ചത്. ട്രാംവേ റോഡിൽ നിന്നും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സമീപത്തുകൂടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എത്തിച്ചേരും വിധമാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നത്. 12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന ഈ റോഡിനാവശ്യമായ 70 സെന്റ് ഭൂമി ഊക്കൻ, മാർട്ടിൻ, വക്കച്ചൻ എന്നിവരുടെ കുടുംബമാണ് നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. നിലമായി കിടന്നിരുന്ന ഈ ഭൂമി സർക്കാരിൽ നിന്നും തരം മാറ്റി കിട്ടുന്നതിന് 1.5 വർഷത്തോളം സമയമെടുത്തു. ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാരിലും നിരന്തരമായി ഇടപെട്ടതിന് ശേഷമാണ് മാസങ്ങൾക്ക് മുമ്പ് ഭൂമി തരം മാറ്റി അനുമതി ലഭിച്ചത്. തുടർന്ന് ആദ്യഘട്ടം നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ നഗരസഭ വകയിരുത്തി. പദ്ധതിക്ക് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരവും ലഭിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. മണ്ണ് ഫില്ല് ചെയ്യുന്നതിനും കൾവർട്ടുകൾ നിർമ്മിക്കുന്നതിനും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിന് MLAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ആനമല ജംഗ്ഷൻ മുതൽ ട്രങ്ക് റോഡ് ജംഗ്ഷൻ വരെയുള്ള പഴയ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കാരണം മാള, പടിഞ്ഞാറെ, ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അടിപ്പാത കടന്ന് സർവീസ് റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നത്. പുതിയ റോഡ് പൂർത്തിയാകുന്നതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കും ഈ റോഡിലൂടെ നോർത്ത് ജംഗ്ഷനിൽ എത്തി സുഗമമായി പോകാനാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ KV പോൾ, പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു എസ് ചിറയത്ത്, മുൻ ചെയർപേഴ്സൺ AB ജോർജ്, വാർഡ് കൌൺസിലർമാരായ നീത പോൾ, ജോർജ് തോമസ്, നഗരസഭയ്ക്ക് സ്ഥലം സൗജന്യമായി നൽകിയ മാർട്ടിൻ ഊക്കൻ എന്നിവർ സ്ഥലത്തെത്തി. ഇഡലിത്തട്ടിൽ കൈവിരൽ കുരുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ചാലക്കുടി അഗ്നിരക്ഷാസേന രക്ഷകരായി. കുണ്ടുകുഴി പാടം ജനീഷ് അഖില ദമ്പതികളുടെ 1.5 വയസ്സുള്ള ഇഷാന്റെ കൈവിരലാണ് കളിക്കുന്നതിനിടെ ഇഡലിത്തട്ടിൽ കുടുങ്ങിയത്. വീട്ടുകാർ വിരൽ തട്ടിൽ നിന്നും ഊരി മാറ്റാൻ നടത്തിയ ശ്രമം വിജയിക്കാതായതോടെ ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിന്റെ സഹായം തേടുകയായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ 1 മണിക്കൂറോളം സമയം പരിശ്രമിച്ചിട്ടാണ് പരിക്കേൽക്കാതെ ഇഡലിത്തട്ട് മുറിച്ചു മാറ്റി കൈ സ്വതന്ത്രമാക്കിയത്. കൊച്ചിനോടൊപ്പം കാണിച്ചോട്ടാ. ചെറിയൊരു മുറിവുണ്ട്. എടുക്കണവരും പരിയേരം സർവീസ് സഹകരണ ബാങ്കിന്റെ കൊന്നക്കുഴി ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോഷി ജോർജ് പടിഞ്ഞാക്കര അധ്യക്ഷനായി. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ AJ രാജിയും സർവർ റൂം മുൻ ബാങ്ക് പ്രസിഡന്റ് KJ ഉറുമേസ് മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഉപഹാര സമർപ്പണം നടത്തി. ബാങ്ക് സെക്രട്ടറി MV ഡെന്നി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊന്നക്കുഴി സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP പോളി, മനോജ് കമ്മുകത്ത്, ജോസ് പടിഞ്ഞാക്കര, റീന ജോസഫ്, VC ബെന്നി മാസ്റ്റർ, MA പോൾ, MA ജെല്ലി, ഡാർലി പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. ഓഫീസിന്റെ കെട്ടിടം, നവീകരിച്ച ഓഫീസിന്റെ കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സഹകരണ പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത് നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനമാണ്. സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക്, അവരുടെ നിക്ഷേപ ആവശ്യങ്ങൾക്കൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്നത് സഹകരണ മേഖലയാണ്. ഇന്ന് സഹകരണ പ്രസ്ഥാനം എത്തിപ്പെടാത്ത ഒരു മേഖലയുമില്ല. സാഫ് ക്യാപിറ്റൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. 3-ാം വാർഡിലെ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, ADS അംഗങ്ങൾ, SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ആദരവ് നൽകി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം VJ വില്യംസ് അധ്യക്ഷത വഹിച്ചു. സാഫ് ക്യാപിറ്റൽ ക്യാപ്റ്റ് ഫെഡറേഷൻ പ്രതിനിധി ഗിഫ്റ്റ് ഗബ്രിയേൽ മുഖ്യപ്രഭാഷണം നടത്തി. 1-ാം വാർഡംഗം TR ബാബു, CDS അംഗം പ്രീത സുനിൽകുമാർ, ADS സെക്രട്ടറി ബിന്ദു തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ആശാ വർക്കർ, അംഗൻവാടി വർക്കർ,
SSLC പ്ലസ് 2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ആദരിക്കാൻ സാഫ് ക്യാപിറ്റൽ ഫെഡറേഷൻ ഒരു ഭാഗമായതിൽ അതിയായി അഭിമാനിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2005 സെപ്റ്റംബർ 7-നാണ്. ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വഴിയാണ് നടപ്പിലാക്കിയത്. ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക അവകാശമാണ് എവിടെ പോകണം എന്നുള്ളത്, അഥവാ എൻ്റെ അവകാശമാണ് അത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സേവനം ലഭിക്കുന്നത് സംബന്ധിച്ചൊക്കെ നമ്മൾ തർക്കിക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് വലിയ ധാരണയില്ല. ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുക എന്നുള്ളത് പൗരന്മാരെന്ന നിലയ്ക്ക് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. ഞാൻ വോട്ട് ചെയ്ത വിജയിപ്പിച്ച മെമ്പർ ഈ വർഷം എന്താണ് പദ്ധതി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ആകെ ഈ വർഷം ഏറ്റെടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണ്. ഒരു പഞ്ചായത്ത് മെമ്പർ 5 വർഷത്തെ കാലഘട്ടം ഇരിക്കുന്ന സമയം കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കകത്തും പരിഹാരം കാണാൻ കഴിയില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ചെയ്തു വച്ച പഞ്ചായത്ത് മെമ്പർമാരുടെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുൻപ് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജിനി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അതിനു മുൻപ് പഞ്ചായത്ത് മെമ്പറായിരുന്ന പുഷ്പാകരേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അതിനു മുൻപ് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ലളിതേച്ചി ഈ വേദിക്കകത്തുണ്ട്. ഇവരെല്ലാവരും ചെയ്ത പ്രവർത്തനം വെള്ളത്തിൽ കുടിച്ചു വന്നെങ്കിൽ സിംഗാരി വീട്ടിലെ കറുത്ത കണ്ണന്റെ ചുവന്ന കണ്ണനും മിന്നാരം വിശ്വകർമ്മ സുവർണ കാർ സംഘം ചാലക്കുടി മേഖല 6ാമത് വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLAയും സിനി ആർട്ടിസ്റ്റ് കുറുമശ്ശേരി രമേശിനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് AK പ്രകാശൻ അധ്യക്ഷനായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മിമിക്രി ആർട്ടിസ്റ്റ് മുരളി എന്നിവർ മുഖ്യാതിഥികളായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ട്രഷറർ ജോയ് മൂത്തേടൻ, മാധ്യമപ്രവർത്തക ജെക്സ്, MSc പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ നന്ദന വാസുദേവൻ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ശ്രീഹരി ഉണ്ണി, പോലീസ് ഫോറസ്റ്റ് മെഡൽ നേടിയ ഗ്രീഷ്മ സുജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി VG മനോജ്, MM അനിൽകുമാർ, VG മണി, MM സുബ്രഹ്മണ്യൻ, ശശികുമാർ, രാധ വേണുഗോപാൽ, അമ്പിളി സുന്ദരൻ, മനോജ് മച്ചാട്, വിജയകുമാർ, മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ബിലീവേഴ്സ് മെഡിസിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും തപാൽ ഇൻഷുറൻസ് പോളിസി ചേർത്തലും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ആജീവനാന്തം ഭയങ്കര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാലത്തും ഇങ്ങനെ ഒരു സംഘാടനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം 6 വർഷമായിട്ട് മുടക്കമില്ലാതെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരുടെ കലാപരിപാടികളിലും അവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും എല്ലാം ഉൾക്കൊള്ളാൻ ഒരു സംഘടന ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ച സുവർണകാർ ചാലക്കുടി യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ആദ്യമായിട്ട് ആശംസ പറയുന്നു, നന്ദി പറയുന്നു. നമ്മളിപ്പോൾ നല്ലൊരു ആഘോഷം കഴിഞ്ഞു അല്ലേ? ഓണം ഒരു ചാലക്കുടി മേഖല വിശ്വകർമ്മ സുവർണകാർ ധർമ്മ സ്ഥാപന സംഘത്തിൻ്റെ 6ാമത് വാർഷികവും കുടുംബ സംഘവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിരവധിയായ സമുദായങ്ങളുണ്ട്. നിരവധി സമുദായങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ നാടും രാജ്യവും ഒക്കെ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ
സമ്പത്ത് എന്ന് നമുക്കൊക്കെ അറിയാം. തീർച്ചയായും സുവർണകാർ ധർമ്മ സംസ്ഥാന സംഘം നമ്മുടെ ഈ പ്രദേശത്തെ സമുദായങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നിരന്തരമായ പരിശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ നാടിനെ നോക്കുമ്പോൾ എല്ലാ സമുദായങ്ങളും നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. തീർച്ചയായും ന്യായമായ ആവശ്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലകളിലും സമ്പന്ന മേഖലകളിലുമൊക്കെ സമുദായം ആവശ്യപ്പെടും. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ജെ സ്വന്തം അടുത്തത് ചില അക്കാദമിക പുരസ്കാരങ്ങളാണ്. ആദ്യമായി വിദ്യാഭ്യാസ പുരസ്കാരങ്ങളേറ്റവും ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് കയ്യടിയിൽ പോലെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള കയ്യടിയാണ്. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ വിലയ്ക്കൊന്നും യാതൊരു വ്യത്യാസമില്ല. എനിക്ക് ഏറ്റവും വൈകാരികമായൊരു അനുഭവം ഉണ്ടായത്, എനിക്ക് ഷാൾ ഇടിച്ച് തന്നത് മണിച്ചേട്ടനാണ്. ഈ മണിച്ചേട്ടൻ്റെ മകൻ ഗോപൻ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മണിച്ചേട്ടൻ്റെ വീട്ടിൽ എത്ര ദിവസങ്ങൾ ഞാൻ താമസിച്ചിട്ടുണ്ടെന്നറിയാം. ചാലക്കുടി പെരുന്നാൾ ആസ്വദിച്ചത് മണിച്ചേട്ടൻ്റെ വീട്ടിലാണ്. വിഷു ആദ്യമായിട്ട് ആഘോഷിച്ചത് മണിച്ചേട്ടൻ്റെ വീട്ടിലാണ്. അങ്ങനെ നിങ്ങളുടെ സമുദായവുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ടും മണിച്ചേട്ടൻ്റെ കുടുംബവുമായിട്ടും എൻ്റെ ബന്ധം വളരെയധികം ഗാഢമായിട്ട് ബന്ധമാണ്. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമൂഹം, ഈ തട്ടാൻ സമുദായം എന്ന് പറഞ്ഞ നിസ്സാരക്കാരല്ല. പഴയ ആതിരപ്പള്ളി റോഡിലെ ഗതാഗത നിയന്ത്രണം താൽക്കാലികമായി മാറ്റി. ഗതാഗതം സ്തംഭിപ്പിച്ച് നടുറോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടുകൊമ്പൻ കബാലിയെ 5 കിലോമീറ്റർ ഉൾക്കാട്ടിലേക്ക് തുരത്തിയതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മതപ്പാടിന്റെ എല്ലാ ലക്ഷണങ്ങളും കബാലി കാണിക്കുന്നുണ്ടെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. അക്രമ സ്വഭാവമായതിനാൽ ആനയെ അടുത്ത് നിരീക്ഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഗതാഗതം സാധാരണഗതിയിലാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഞായറാഴ്ച കബാലി റോഡിലേക്ക് പന കുത്തിമറിച്ചിട്ട് 5 മണിക്കൂർ ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ റോഡിൽ കുടുങ്ങിയ യാത്രക്കാർ ഭക്ഷണവും വെള്ളവുമില്ലാതെ ദുരിതത്തിലായിരുന്നു. രാത്രി 8:30യോടെയാണ് ആനക്കാട്ടിലേക്ക് കയറിയത്. പിന്നീടാണ് വാഹനങ്ങൾ കടന്നുപോയത്. അങ്ങനെ മുകളിലേക്ക് ഇറങ്ങിയാണ് അതിൽ INTUC ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റായി ജോയ് വടക്കുംപാടൻ ചുമതലയേറ്റു. ചുമതലയേൽക്കുന്നതിനോടനുബന്ധിച്ച് നടത്തിയ യോഗം ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MK ഷൈൻ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യ അതിഥിയായി. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TA ആന്റോ മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരിമഠത്തിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ VU പൈലപ്പൻ, MT ഡേവിസ്, കൌൺസിലർ ബിജു ചിറയത്ത്, ജോണി പുല്ലൻ, രമേശ് പരിയാരം, റിൻസൺ മണവാളൻ എന്നിവർ പ്രസംഗിച്ചു. ഔപചാരികമായി ഇവിടുത്തെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി അവരുടെ സാന്നിധ്യത്തിൽ കത്ത് പ്രിയപ്പെട്ട MLA പോലുള്ള വിശിഷ്ട അതിഥികളെയും നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അത് അനൗൺസ് ചെയ്യാനുള്ള ലളിതമായ ഒരു ചടങ്ങാണ്. പങ്കാളിത്തം തരക്കേട്. INTUCയെ കുറിച്ച് ഈ യോഗത്തിൽ തന്നെ ഈ ഹാളിൽ വിവിധങ്ങളായിട്ടുള്ള പല മീറ്റിങ്ങുകളിലും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ ഉള്ള കാലത്ത്
അത് മണ്ടി തോമസ് ഉള്ളപ്പോഴും അതിന് മുന്നിലുള്ള കാലത്തിൽ പ്രധാന ഉൾപ്പെടെയുള്ള സമയത്തൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, INTC പ്രസ്ഥാനം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ടില്ല എന്നൊന്നും എനിക്ക് അറിയാൻ കഴിയില്ല. ഞാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്ന ഒരാളാണ്. പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായി പേടിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അത് തികച്ചും വ്യത്യസ്തമാണ്. അത് നമ്മുടെ പ്രസ്ഥാനങ്ങളെ പോലെ യൂത്ത് കോൺഗ്രസ് പോലെയോ മഹിളാ കോൺഗ്രസ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ധാരാളം സെല്ലുകൾ പോലെയോ അല്ല. തൊഴിലാളി പ്രവർത്തനം അരിയുടെ പ്രശ്നമാണ്. അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ നേതൃത്വം എടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന മഹത്തായ പ്രസ്ഥാനം ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പാരമ്പര്യം ഈ മേഖലയിൽ തൊഴിൽ മേഖലയിലുണ്ട് എന്ന് നമുക്കറിയാം. തോട്ടം തൊഴിലാളികളും പ്ലാന്റേഷൻ തൊഴിലാളികളും ഒക്കെ ഉൾപ്പെടുന്ന ചുമട് തൊഴിലാളികളും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള വലിയ തൊഴിൽ മേഖലയെ പ്രതിദാനം ചെയ്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ INTC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തെ 2 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചൊവ്വാഴ്ച പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഈ മാസം 24 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സ്വർണ്ണവിലയിൽ 2ാം ദിവസവും ഇടിവ്. പവന് 120 രൂപയാണ് കുറഞ്ഞത്. 95,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 11,980 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഓരോ ദിവസം കഴിയുന്തോറും റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സ്വർണ്ണവില 17-ന് 97,360 രൂപയായി ഉയർന്ന് പുതിയ ഉയരം കുറിച്ചിരുന്നു. 1 ലക്ഷം കടന്നും സ്വർണ്ണവില കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ശനിയാഴ്ച ഒറ്റയടിക്ക് 1,400 രൂപയാണ് കുറഞ്ഞത്. 95,960 രൂപയായിരുന്നു ശനിയാഴ്ചത്തെ സ്വർണ്ണവില. 2 ദിവസത്തിനിടെ 1,520 രൂപയാണ് കുറഞ്ഞത്. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർധനയ്ക്ക് കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന. 200 രൂപ കൂട്ടാനുള്ള നിർദ്ദേശം ധനവകുപ്പിന്റെ പരിഗണനയിലാണ്. 1,800 രൂപയാക്കാനാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനം വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പെൻഷൻ 2,500 രൂപയാക്കുമെന്നാണ് LDF പ്രകടന പത്രികയിൽ പറഞ്ഞത്. 1,800 രൂപയെന്ന പ്രഖ്യാപനം ഉടനുണ്ടാകും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്. കേരളപ്പിറവി ദിനത്തിലായിരിക്കും സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ദീപാവലിയോടനുബന്ധിച്ച് രാജ്യത്തെ പൊതുമേഖല ടെലികോം കമ്പനിയായ BSNL ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിച്ചു. ദീപാവലി ബൊനാൻസ 2025 എന്ന പേരിലുള്ള ഈ ഓഫറിൽ പുതിയ BSNL കണക്ഷൻ എടുക്കുന്നവർക്ക് കേവലം 1 രൂപ ചെലവിൽ 1 മാസത്തേക്ക് പ്രതിദിനം 2 GB ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കും. 4G നെറ്റ്വർക്കിൽ അൺലിമിറ്റഡ് കോൾ, 100 SMS എന്നിവയാണ് ഈ പ്ലാനിലെ മറ്റ് പ്രധാന ആനുകൂല്യങ്ങൾ. നവംബർ 15-നകം പുതിയ കണക്ഷൻ എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക. KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സിം ആക്ടിവേറ്റ് ആകുന്ന ദിവസം മുതൽ 30 ദിവസത്തേക്കാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. ഓഗസ്റ്റിൽ കമ്പനി അവതരിപ്പിച്ച സമാനമായ ഫ്രീഡം ഓഫർ വലിയ വിജയം കണ്ടിരുന്നു. ആ മാസം 1.3 ലക്ഷത്തിലധികം പുതിയ ഉപയോക്താക്കളെ ചേർക്കാൻ ഈ ഓഫർ BSNLനെ സഹായിച്ചിരുന്നു. ചാലക്കുടി ഗവൺമെന്റ് ടിംബർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്കത്തടികളുടെ ചില്ലറ വിൽപ്പന ഒക്ടോബർ 23 രാവിലെ
10 മണിക്ക് ആരംഭിക്കും. 70 വർഷത്തിലേറെ പ്രായമുള്ള മികച്ച ഇനം തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഒരു ഉപഭോക്താവിന് 5 ക്യൂബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീട് പണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീട് പണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480 27064440 8547604406. പരിയാരം CSR കടവിലെ തടയണയിൽ സ്കൂട്ടർ പുഴയിലേക്ക് മറിഞ്ഞ് മുങ്ങി മരിച്ച പുളിയിലപ്പാറ പെരുമ്പടത്തി പരമുവിന്റെ മകൻ രമേശിന്റെ സംസ്കാരം നടത്തി. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി പരിയാരം വെട്ടുകടവ് CSR കടവിലെ തടയണയിൽ നിന്നും സ്കൂട്ടർ പുഴയിലേക്ക് മറിഞ്ഞാണ് രമേശ് മരിച്ചത്. ഇരിഞ്ഞാലക്കുട അടിച്ചിലി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു. സർവീസ് അവസാനിപ്പിച്ച് ശനിയാഴ്ച രാത്രിയിൽ ബസ് അടിച്ചിലിയിൽ നിർത്തിയിട്ട ശേഷം താമസ സ്ഥലമായ പരിയാരത്തെ ഒരപ്പനയിലേക്ക് വരുന്നതിനിടെയാണ് തടയണയിൽ നിന്നും സ്കൂട്ടർ പുഴയിലേക്ക് മറിഞ്ഞത്. ചാലക്കുടി വെട്ടുകടവ് മേനാശ്ശേരി തോമസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ചാലക്കുടി നഗരസഭ കൌൺസിലായി പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി. ചാലക്കുടി ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് നഗരസഭ വിഭാവനം ചെയ്ത ട്രാംവേ റെയിൽവേ സ്റ്റേഷൻ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇടലത്തട്ടിൽ കൈവിരൽ കുടുങ്ങിയ 1.5 വയസ്സുകാരിക്ക് ചാലക്കുടി അഗ്നിരക്ഷാസേന രക്ഷകരായി. പരിയാരം സർവീസ് സഹകരണ ബാങ്കിന്റെ കൊന്നക്കുഴി ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സാഫ് ക്യാപിറ്റൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.